ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സാധാരണക്കാരന് ഒട്ടും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പാനീയത്തിൻ്റെ മേക്കിംഗ് ആണ്. കണ്ടുവരുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും. തേയില അഥവാ ചായപ്പൊടി. ചായ മലയാളികൾക്ക് ഒഴിച്ചുകൂടാനാവാത്തൊരു അവിഭാജ്യ ഘടകമാണ്. എനിക്കങ്ങനെയല്ല കേട്ടോ, എനിക്ക് ചായ ശീലമില്ല. എവിടെയെങ്കിലും എത്തിയാൽ അപൂർവമായിട്ട് കഴിച്ചെങ്കിലേ ഉള്ളൂ. പക്ഷേ ചായ ഇല്ലാതെ പറ്റാത്ത ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇട്ടാൽ കൊള്ളാമെന്ന് തോന്നി. തേയിലച്ചെടി യഥാർത്ഥത്തിൽ ഒരു നിത്യഹരിത വനവൃക്ഷമാണ്. ആവശ്യമായ രീതിയിലുള്ള ഇല ലഭിക്കുന്നതിന് ഇതിനെ നുള്ളി കുറ്റിച്ചെടി രൂപത്തിൽ നിലനിർത്തുന്നതാണ്. വനവൃക്ഷമായതുകൊണ്ട് കാടിന് സമാനമായ പരിതസ്ഥിതിയിൽ, അതായത് തണുപ്പ് പ്രദേശങ്ങളിൽ ഇത് നന്നായി വളരുന്നു. തേയിലയുടെ സംസ്കരണത്തിന് 6 ഘട്ടങ്ങളാണ് പ്രധാനമായുമുള്ളത്. ഉണക്കൽ, ചതക്കൽ, റോൾ ബ്രേക്കിംഗ്, പുളിപ്പിക്കൽ, ഫയറിംഗ്, തരംതിരിക്കൽ. ഇവയൊക്കെ മെഷീനറീസിൻ്റെ സഹായത്തോടെയാണ് ഓരോ തൊഴിലാളികളും ചെയ്തു വരുന്നത്. തേയിലച്ചെടികൾക്ക് തണുപ്പ് അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ തണുപ്പ് കൂടുതലുള്ള ഊട്ടിയിൽ നിന്നൊരു കാഴ്ചയാണിത്. അവിചാരിതമായി അല്ലെങ്കിൽ ഒരുപാട് കാലത്തെ ആഗ്രഹം എന്നോണം ഊട്ടിയിലേക്കൊരു യാത്ര പോയപ്പോൾ കിട്ടിയ അല്പം ഉപകാരപ്രദമായ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഉദകമണ്ഡലം പീക്ക് പോയിന്റ് പോകുന്ന വഴിയിലാണ് ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറി ആൻഡ് ചോക്ലേറ്റ് ഫാക്ടറി. ടീ ഫാക്ടറിയിൽ കയറിയപ്പോൾ കണ്ട കാഴ്ചകളാണ് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ കാണുന്നത്. അവിടെ ഓരോ ഘട്ടങ്ങളായി ഒരു ചെടിയെ, അതായത് തേയില ചെടിയെ അതിൻ്റെ ഓരോ ഘട്ടങ്ങളായി സംസ്കരിച്ച് തേയിലയിലേക്ക് അല്ലെങ്കിൽ തേയില പൊടിയിലേക്ക്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ചായപ്പൊടിയിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേവലം പാക്കിങ്ങിൽ വരുന്ന ഒരു കറുത്ത പൊടി, നമ്മുടെ ഭാഷയിൽ ചായപ്പൊടി, അത്രയേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ഘട്ടങ്ങൾ കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ ഇത്രയും പ്രോസസ്സിങ്ങിലൂടെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരുടെ പരിശ്രമ ഫലമായാണ് ഇത് നമ്മുടെ കയ്യിലെത്തുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചായ കുടിക്കേണ്ടത്. കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാട് അല്ലെങ്കിൽ അധ്വാനം ഈ ചായപ്പൊടി ആവുന്നതിൻ്റെ പിന്നിലുണ്ട്. മെഷീനാണെങ്കിൽ പോലും ആ മെഷീനെ പ്രവർത്തിപ്പിക്കാൻ ഒരാളുടെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായ മേൽനോട്ടത്തിന് ഒരാളുടെ ആവശ്യമുണ്ട്. അത് കൃത്യമല്ലെങ്കിൽ അതിലെന്തെങ്കിലും പാകപ്പിഴ വന്നാൽ അത് ഓരോ മലയാളികളെന്നല്ല, ചായപ്രേമിയായ അല്ലെങ്കിൽ തേയിലപ്രേമിയായ ഓരോരുത്തരുടെയും ആരോഗ്യത്തിന് മോശം സംഭവിക്കുന്നു. അതൊക്കെ ശ്രദ്ധിച്ച് കൃത്യമായ മേൽനോട്ടത്തോടെയാണ് തേയില ഓരോ ഘട്ടങ്ങളായി മാറി ചായപ്പൊടി രൂപത്തിൽ നമ്മുടെ കയ്യിലേക്ക്. ബെഞ്ച്മാർക്ക് ടീ ഫാക്ടറിയിലെത്തിയപ്പോൾ അതിൻ്റെ ഓരോ പ്രോസസ്സിങ്ങും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അവരുടെ തേയില നുള്ളി എടുത്ത് അതിനുശേഷം അതിൻ്റെ ഉണക്കിയെടുക്കലായിക്കോട്ടെ, പൊടിച്ചെടുക്കലായിക്കോട്ടെ, ശേഷം പാക്കിങ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് കമൻറ്റ്.